ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ധോത്തി ജംസ്യൂട്ട് വീഡിയോ ആയിട്ടാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ അധിക പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ 2.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. റയോൺ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ചെയ്തിട്ടെടുക്കാൻ. ഞാനിവിടെ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ് ഈ ടോട്ടൽ ക്ലോത്തിനെ. മൊത്തമായിട്ടും ലെങ്തി ആയിട്ട് 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും പൊക്കത്തിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ടോപ്പ്, ഒരു കുർത്ത അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുക, ഷോൾഡർ മാർക്ക് ചെയ്യുക, പിന്നെ ബോഡി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബോഡി മാർക്ക് ചെയ്തതിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ അവിടെ ബോഡിയും കൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കിങ് ചെയ്തിട്ടെടുത്തു. ഇനി താഴോട്ട് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കണം, താഴോട്ട് ടോപ്പിൻ്റെ പോർഷൻ. അപ്പോൾ 13.5 ഇഞ്ചാണ് ഞാൻ ടോപ്പിൻ്റെ പോർഷനായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നേരെ നീട്ടി വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് ടോട്ട് 46 ഇഞ്ചായിരുന്നു വേണ്ടിയിരുന്നത്. അതിൽ ഓൾറെഡി 13.5 ഇഞ്ച് പോയി. ബാക്കി 32.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 46 13.5 പോയി കഴിഞ്ഞാൽ 13.5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ 32.5 ഇഞ്ചാണ് കിട്ടുക. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡൗൺ വിഡ്ത്തായിട്ട് ഞാനിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്യാം. ഒരു 20യിൽ കുറയണ്ട കേട്ടോ. 20യിൽ കുറഞ്ഞു പോയാൽ താഴത്തെ നമുക്ക് നടക്കാനുള്ള കുറച്ച് പ്രയാസം വരും. അപ്പോൾ ഒരു 20 ഇഞ്ച് എടുക്കുക. നമ്മൾ 20 ഇഞ്ച് ചെയ്ത ആ പോയിന്റിൽ നിന്ന്, ആ കോർണറിൽ നിന്ന് മേലോട്ട് ഒരു 15 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേലോട്ട്. കാരണം അതാണ് നമ്മൾ അതിലൂടെയാണ് പുറത്തോട്ട് വരിക. അപ്പോൾ ആ ഒരു പോർഷനാണത്. നമ്മൾ എത്ര വൈഡായിട്ട് കൊടുക്കുന്നോ മിനിമം 15 ഇഞ്ച് കൊടുക്കുക. നമ്മൾ എത്ര വൈഡായിട്ട് കൊടുക്കുന്നോ അത്ര ഈസി ആയിട്ട് നമ്മൾ ടോട്ടൽ ബോഡി നമ്മൾ ഇതിലൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുക. ഇതിലൂടെ തന്നെ നമ്മൾ തലയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും വൈഡായിട്ട് തന്നെ എടുക്കുക. ഇനി താഴെ ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ കോർണറിന് നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങനെ ഒന്ന് കേർവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഒന്ന് കേർവ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. വീഡിയോയിൽ കാണാൻ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ വശത്തും ഒരു 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ താഴോട്ടുള്ള ലെങ്ത്തായിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ഒരുപോലെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ സിബ്ബറും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കാലിൻ്റെ ആ ഒരു വയറ്റിൽ കൂടെ നമ്മൾ ബോഡിയും ഉള്ളോട്ട് കയറ്റേണ്ട. അപ്പോൾ സിബ്ബർ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ വിഡ്ത്തായിട്ട് 4 ഇഞ്ചും താഴത്തോട്ട് ലെങ്ത്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടെടുക്കാം. ഇനി ഇതും കൂടെ ഒരു നെക്കിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് വിടുക എക്സ്ട്രാ. എന്നിട്ട് ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റി, ഷോൾഡേഴ്സും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി. അപ്പോൾ അതേ നമുക്ക് 2 പോർഷൻ ഇങ്ങനെയാവും കിട്ടുക. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഇങ്ങനെ കട്ട് പീസിന് 2 പീസ് എടുത്തിട്ടുണ്ട്. 2 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മടക്കിയിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് നമ്മൾ മാർക്കിങ്സൊക്കെ ചെയ്യുന്നത്.
ആദ്യം തന്നെ ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ കേർവായിട്ടാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവ് നമുക്ക് ഏതാണോ മാർക്കിംഗ് ഇവിടെ ആ സ്ലീവ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആം ഹോൾ കറക്റ്റ് നമ്മൾ വരച്ച വരയുണ്ടല്ലോ അതിലൂടെ ആം ഹോൾ വെക്കാണ്ട് ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്തായിട്ട് 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വിഡ്ത്തായിട്ട് താഴത്തോട്ടുള്ള ഡൗൺ വിഡ്ത്തായിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് താഴത്തോട് നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ വീതിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ഇല്ലെങ്കിൽ ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരേപോലെ ചെയ്തിട്ടെടുക്കുന്ന ഒരു വ്യത്യാസമല്ല. അപ്പോൾ ഒരു പോർഷൻ മാറ്റി വെച്ചു. ഇനി ഇതേ നെക്ക് ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാവും. നെക്കിൻ്റെ അതേപോലെ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട് നെക്കിൻ്റെ അതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. ഇനി ഇത് നെക്കിൻ്റെ നല്ല വശത്ത്, ടോപ്പിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിത് മാർക്കിങ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളിൽ വെച്ച് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നല്ല വശത്ത് തന്നെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം മറച്ചിട്ട് കാണിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മാർക്കിങ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. നല്ല വശത്ത് ആ ക്ലോത്ത് വെച്ച് കൊടുത്തു. ഇനി ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നെക്ക്, ഇനി അതിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുവാണ്. അപ്പോൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല വശത്ത്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് മറിച്ചിടണം. അതിനായിട്ട് നെക്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. ഇനി നമ്മൾ ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ക്ലോത്ത് ഇത് ഇങ്ങനെ ഒന്ന് മറച്ചിടുകയാണ്. അതിങ്ങനെ ഒന്ന് മറച്ചിടുക. എന്നിട്ട് നെക്ക് ലൈനിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നെക്ക് ലൈനിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നെക്ക് ലൈനിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് എക്സ്ട്രാ വെച്ച് ഈ ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജിലൂടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഒരെണ്ണത്തിൻ്റെ നെക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറുവശത്തിൻ്റെ നെക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. 2 വശത്തിൻ്റെ നെക്ക് നമ്മൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ 2ൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് നിവർത്തി വയ്ക്കുകയാണ്. ഇതിൻ്റെ നല്ല വശം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് നിവർത്തി വയ്ക്കുവാണ്. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 13.5 ഇഞ്ച് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 13.5 ഇഞ്ച് 2 വശത്തോട്ടോ, ബാക്കിലും ഫ്രണ്ടിലും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് 13.5 ഇഞ്ച് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് വശം നമ്മൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ തയ്യൽ തുമ്പ് 2 സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് നമ്മൾ ടോട്ടലൊന്ന് അതിൻ്റെ വിടുത്തൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതേ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതിൻ്റെ ടോട്ടൽ വിടുത്ത് വരുന്നത് 20 ഇഞ്ചാണ്. 2 വശത്തും നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് എക്സ്ട്രാ ഒന്നും കൂടെ ഒന്ന് വിടുക. കാരണം നമുക്കവിടെ ട്യൂബ് വെക്കുമ്പോൾ ട്യൂബ് ആ തയ്യലിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്യൽ തുമ്പ് ഇട്ടിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ബാക്കി 1/2 ഇഞ്ച് വിട്ടിട്ട് 2 സൈഡിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒന്ന് ടോട്ടൽ വിടുത്ത് നോക്കുമ്പോൾ 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിടുത്ത് വരുന്നത് 1.5 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചാണ് വരുന്നത്. 21 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഉള്ളോട്ടൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ക്ലോത്തിൻ്റെ. ഇനി ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക.
അപ്പോൾ അരയിഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ടോട്ടൽ ക്ലോത്തിനെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ വീതി കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഞാൻ 1.5 ഇഞ്ച് വീതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കാം. 2 ക്ലോത്തിൻ്റെ ഒരേപോലെ ചെയ്തിട്ടെടുക്കാം. രണ്ട് ട്യൂബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിടണം. ട്യൂബ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഈ ട്യൂബ് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് മേലെയും ട്യൂബിൻ്റെ എഡ്ജിലൂടെ മേലെയും താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ട്യൂബ് ഒന്ന് ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 എണ്ണം ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പുറവും 2 വശവും ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ട്യൂബ് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ട്യൂബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു ഹോളുണ്ട്. ട്യൂബിൻ്റെ ഹോള് നമുക്ക് ഇങ്ങനെ കാണണം. തയ്യൽ തുമ്പിൽ പെടാതെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 2 ബാക്കും ഫ്രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതേ സ്ലീവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഒരുമിച്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ സ്ലീവ് എങ്ങനെ ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ 2 സ്ലീവ് നമുക്ക് ഒരേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തു. 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തു. ഇനി സ്ലീവിൻ്റെ അടിവശം എഡ്ജ് പോർഷൻ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. 2 സ്ലീവിൻ്റെ എഡ്ജ് വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ ഉണ്ട്, ആ കാല് ഇടുന്ന പോർഷൻ എന്ന് പറഞ്ഞല്ലോ, അവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിത് ക്ലോത്ത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. ടോപ്പ് പോർഷൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ 2 പോർഷനും ഈ കോർണറിൽ തന്നെ 2 പോർഷൻ കാലിടുന്ന 2 പോർഷനും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ 2 ഭാഗവും നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം കഴിഞ്ഞു. ഇനി അപ്പുറത്തെ വശം ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ 2 വശവും കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ 2 വശവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. 2 കൂടെ ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ. ടോപ്പിൻ്റെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ നല്ല വശങ്ങൾ എന്തോ ഒരുമിച്ച് വെച്ചതാണ്. ഇനി താഴെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡുകളിൽ. അപ്പോൾ കോർണറിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങി ബോഡി തുടങ്ങി മേലോട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇത് സ്ലീവിൻ്റെ എഡ്ജ് വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജ് വശം തുടങ്ങി താഴെ വരെ കോർണർ വരെ, ലെഗിൻ്റെ കോർണർ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്തു, താഴെയും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിടാം. മറച്ചിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലെഗിൻ്റെ അത് കൂടെ കേട്ടോ മറച്ചിടുക. അതാണ് വൈഡായിട്ടുള്ള പോർഷൻ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ബോഡിയും ഉള്ളോട്ട് നമ്മൾ കയറ്റേണ്ടത്. അപ്പോൾ നമ്മളിതേ മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒരു ട്യൂബ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ ടൈ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിലും ഒരു ടൈ ഇട്ട് കൊടുക്കണം, ഫ്രണ്ടിലും ഒരു ടൈ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടൈ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈ എങ്ങനെ റെഡിയാക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് ഇവിടെ ടൈ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ടൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്, ടൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ടൈറ്റ് ചെയ്യേ ലൂസ് ചെയ്യേ എങ്ങനെയാച്ചാൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ധോത്തി ജംസ്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലെഗിലൂടെ, ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലെഗിലൂടെ വേണം നമ്മൾ ബോഡി ഇതിലോട്ട് കയറ്റാൻ. അപ്പോൾ കുറച്ച് തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ലെഗ് അത്രയും വൈഡായി പോകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ്ബർ വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി
അതുപോലെ ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.